മലയാളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ രാജാവായിരിക്കുകയാണ് മോഹൻലാലിൻ്റെ പുതുതായി പുറത്തിറങ്ങാൻ പോകുന്ന എമ്പുരാൻ എന്ന സിനിമ. തകർക്കാൻ പറ്റാത്ത വിശ്വാസം എന്ന് പറയുന്നത് പോലെ തകർക്കാൻ പറ്റാത്ത റെക്കോർഡ് ബുക്കിംഗാണ് എമ്പുരാന് നടന്നുകൊണ്ടിരിക്കുന്നത്. ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയുടെ സെർവർ വരെ അടിച്ചുപോയി എന്നാണ് വിവരം. എമ്പുരാനെ കാണുവാൻ വേണ്ടി പ്രേക്ഷകർ ഇത്രയേറെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ച് കാണില്ല ആരും. അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി നിമിഷ നേരം കൊണ്ടാണ് തിയേറ്ററുകൾ ഫുള്ളായത്. ഒരു സമയത്ത് ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോ നിലച്ചുപോയ അവസ്ഥ വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ് 1 മണിക്കൂറിൽ 1,00,000-നടുത്ത് ടിക്കറ്റുകളുടെ ബുക്കിംഗ് നടക്കുന്നത്. 93.50 ടിക്കറ്റുകളാണ്, അതായത് 93,500 ടിക്കറ്റുകളാണ് 1 മണിക്കൂറിൽ എമ്പുരാൻ്റേതായി വിറ്റിരിക്കുന്നത്. സകല കളക്ഷൻ റെക്കോർഡുകളും എമ്പുരാൻ തകർത്തെറിയുമെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഷാരൂഖ് ഖാൻ നായകനായിരുന്ന ജവാനായിരുന്നു ഇതിനു മുമ്പ് ആദ്യ ദിന അഡ്വാൻസ് ബുക്കിങ്ങിൽ മുന്നിട്ട് നിന്നിരുന്നത്. 85,000 ടിക്കറ്റുകളാണ് ജവാൻ വിട്ടിരുന്നത്. 2ാം സ്ഥാനം വിജയ് ചിത്രം ലിയോക്കായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 82,000-ൽ കൂടുതൽ ടിക്കറ്റുകളാണ് ലിയോയുടെ വിറ്റുവരുന്നത്. തൊട്ടു താഴെ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പുഷ്പ 2 ആണ്. 80,000-ഓളം ടിക്കറ്റുകളാണ് പുഷ്പ വിറ്റത്. 1 മണിക്കൂറിലാണ് ഈ റെക്കോർഡുകളെല്ലാം എമ്പുരാൻ തകർത്തെറിഞ്ഞത്. ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ച സിനിമയും എമ്പുരാനായിരുന്നു. അതേസമയം വിദേശ രാജ്യങ്ങളിലെ എമ്പുരാൻ്റെ അഡ്വാൻസ് ബുക്കിങ്ങിന് ഏതാനും ദിവസങ്ങൾ മുന്നേ ആരംഭിച്ചിരുന്നു. ഓവർസീസ് ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യമുണ്ട് എമ്പുരാന് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലൂസിഫറിൻ്റെ ദൈർഘ്യം 2 മണിക്കൂർ 52 മിനിറ്റ് ആയിരുന്നെങ്കിൽ എമ്പുരാൻ്റെ ദൈർഘ്യം 2 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡാണ്. വമ്പൻ സിനിമാ നിർമ്മാണ വിധേയക്കാരായ ഹൊംബാല ഫിലിംസ് ആണ് ചിത്രത്തിന്റെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ദിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻ ചിത്രം ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ അനിൽ തടാനി നേതൃത്വം നൽകുന്ന AAA ഫിലിംസ് ആണ് ചിത്രം നോർത്ത് ഇന്ത്യയിൽ എത്തിക്കുന്നത്. കേരളത്തിൽ ആശീർവാദും തമിഴ്നാട്ടിൽ ഗോകുലം മൂവീസുമാണ് വിതരണം നടത്തുന്നത്. ഏതായാലും ഒരു ചെറിയൊരു പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലെ സകല റെക്കോർഡുകൾ എമ്പുരാൻ തകർത്തെറിയുമെന്ന് ഏകദേശം ഉറപ്പാണ്. എമ്പുരാന് എല്ലാ വിജയാശംസകളും നേരുന്നു. മലയാള സിനിമ അത്യുന്നതയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നിങ്ങളോട് ഒരു അഭ്യർത്ഥന, വീഡിയോയിൽ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും സംഭവിച്ചേക്കാം. അതൊക്കെ ക്ഷമിച്ച് കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ദയവായി ഒന്ന് പരിഗണിക്കൂ.